പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് നായനാർമാരെ കുറിച്ചാണ്. യുഗാബ്ദം 33-ാം നൂറ്റാണ്ട് മുതൽ 40-ാം നൂറ്റാണ്ട് വരെ തമിഴ്നാട്ടിൽ ജീവിച്ചിരുന്ന 63 ശൈവ സിദ്ധന്മാരെയാണ് നായനാർമാർ എന്ന് വിളിക്കുന്നത്. അവരിൽ പ്രമുഖർ 4 പേരാണ്. ചെരുപ്പുകുത്തി മുതൽ വൈദികർ വരെയുള്ളവർ ഈ കൂട്ടത്തിലുണ്ട്. ഇതിൽ 3 പേർ സ്ത്രീകളുമായിരുന്നു. തിരുമൂലരിൽ നിന്നാണ് നായനാർമാരുടെ ആരംഭമെന്ന് കരുതുന്നു. അദ്ദേഹത്തെ നന്ദികേശ്വരന്റെ ശിഷ്യനായിട്ടാണ് കരുതുന്നത്. തിരുമന്ദിരം എന്ന കൃതിയിൽ ശിവൻ സ്നേഹമാണ് എന്ന് അദ്ദേഹം ഉപദേശിക്കുന്നു. തമിഴ്നാട്ടിലെ രാജരാജേശ്വര ക്ഷേത്രത്തിൽ എല്ലാ ശൈവസിദ്ധന്മാരുടെയും ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധനായത് കണ്ണപ്പ നായനാരാണ്. ഒരു വേട്ടക്കാരനായ അദ്ദേഹം കവിളിൽ വെള്ളം നിറച്ചു കൊണ്ടുവന്ന് അഭിഷേകത്തിനു പകരം ശിവലിംഗത്തിൽ തുപ്പി, പൂവിനു പകരം മാംസക്കഷ്ണങ്ങൾ നിവേദിച്ചു. എന്നാൽ ഒരിക്കൽ ശിവലിംഗത്തിന്റെ കണ്ണിൽ നിന്നും ചോര പൊടിയുന്നത് കണ്ട കണ്ണപ്പൻ തൻ്റെ ഒരു കണ്ണ് അടർത്തിയെടുത്ത് അവിടെ വെച്ചു. മറ്റേ കണ്ണും ചോര വന്നിരിക്കുന്നത് കണ്ട് തൻ്റെ 2ാമത്തെ കണ്ണും അടർത്താൻ തുടങ്ങി. ഉടനെ ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷനായി അനുഗ്രഹിച്ചു. തുടർന്ന് വന്ന ജ്ഞാനസമ്പന്തർ കണ്ണപ്പൻ നായനാരെ പറ്റി എഴുതിയത് കണ്ണപ്പന്റെ മുഖം കലശവും കണ്ണ് പൂവുമായി എന്നായിരുന്നു. ജ്ഞാനസമ്പന്തർ 7-ാം നൂറ്റാണ്ടിൽ ശിവപാദ ഭഗവതി ദമ്പതികളുടെ പുത്രനായി ജനിച്ചു. തിരുകണ്ഠനില സിദ്ധന്റെ ശിഷ്യനായിരുന്ന അദ്ദേഹം തിരുപ്പതികം എന്ന ഗ്രന്ഥമെഴുതി. ജ്ഞാനസമ്പന്തരെ ശ്രീ ശങ്കരാചാര്യർ ആദരപൂർവം ദ്രാവിഡ ശിശു എന്നാണ് വിശേഷിപ്പിച്ചത്. ഭാര്യാസമേതം ഗ്രാമത്തിലെ ശിവലിംഗത്തിൽ ലയിച്ചു എന്നാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ശ്രുതി. അപ്പർ എന്ന മരുന്നിക്കിയാരുടെ അച്ഛനമ്മമാർ ചെറുപ്പത്തിലെ മരിച്ചുപോയിരുന്നു. അതുമൂലം സഹോദരിയായിരുന്ന തിലകവതിയാണ് അദ്ദേഹത്തെ വളർത്തിയത്. ഒരിക്കൽ അപ്പർക്ക് രോഗം പിടിപെട്ടപ്പോൾ ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചതിനു ശേഷമാണത് മാറിയത്. അതോടെ അപ്പർ അതുവരെ ഉണ്ടായിരുന്ന ജൈനമത വിശ്വാസത്തെ ത്യജിച്ച് ശൈവസിദ്ധനായി തീർന്നു. പല്ലവ രാജാക്കന്മാരെ ശൈവ അനുയായികളാക്കിയത് അപ്പരായിരുന്നു. തിരുനല്ലവൂരിന്റെ ബ്രാഹ്മണ ദമ്പതികളുടെ മകനായിട്ടാണ് സത് സുന്ദരമൂർത്തി 8-ാം നൂറ്റാണ്ടിൽ പിറന്നത്. ചേരമാൻ പെരുമാളും ശൈവസിദ്ധനായിരുന്നു. ഇരുവരും നല്ല മൈത്രിയിലായിരുന്നു. വിവാഹം നിശ്ചയിച്ചപ്പോൾ ശിവൻ ദർശനം നൽകി വിവാഹ ജീവിതത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു. 1000 ശൈവ സിദ്ധാന്ത പദങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ശംഭുപാദാചാര്യന്റെ മകനായിരുന്നു മാണിക്യവാചകർ. ഏറ്റവും ഉയർന്ന തലത്തിലെത്തിയ ശൈവസിദ്ധനായിരുന്നു അദ്ദേഹം. മധുരയിലെ അരിമർദ്ദനൻ എന്ന രാജാവിൻ്റെ മന്ത്രിയായിരുന്നു. ഒരിക്കൽ കുതിരയെ വാങ്ങാൻ രാജാവ് നൽകിയ പണം സിദ്ധന്മാർക്കും അമ്പലങ്ങൾക്കും ദാനം ചെയ്തത് മൂലം രാജാവ് ദേഷ്യപ്പെട്ട് തടവിലാക്കി. എന്നാൽ സ്വപ്നത്തിൽ ശിവന്റെ ദർശനമുണ്ടായി രാജാവ് അദ്ദേഹത്തെ വെറുതെ വിട്ടു. തിരുവാചകം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് കൂടിയാണ് അദ്ദേഹം. ശൈവസിദ്ധന്മാരുടെ പദങ്ങൾ തിരുണ്ടോർ പുരാണം, പെരിയ പുരാണം എന്നിവയിൽ സംഗ്രഹിച്ചിരിക്കുന്നു. തിരുവാചകത്തിൽ പ്രമുഖ 4 പേരായ അപ്പർ, സുന്ദരൻ, മാണിക്യവാചൻ, ജ്ഞാനസമ്പന്നൻ എന്നിവരുടെ പദങ്ങളാണ് അതിലുള്ളത്. പ്രിയ സജ്ജനങ്ങളെ, നായനാർമാർ എന്ന് പറയുന്നത് നമ്മുടെ ധർമ്മത്തെ, പ്രത്യേകിച്ച് ശൈവന്മാരുടെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ട് അതിനെ സമാജത്തിൽ വ്യാപിപ്പിച്ചവരാണ്. ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും ആധിക്യത്തിൽ ഹൈന്ദവ ദർശനങ്ങൾ വെല്ലുവിളി നേരിട്ടപ്പോൾ ഇത്തരം ആചാര്യന്മാരാണ് അവിടെയെല്ലാം പാറ പോലെ ഉറച്ചു നിന്നുകൊണ്ട് ഈ ധർമ്മത്തെ ആചാരപരമായിട്ടും വിശ്വാസപരമായിട്ടും ശാസ്ത്രപരമായിട്ടും സംരക്ഷിച്ചത്. അതുകൊണ്ട് ഈ സിദ്ധന്മാരുടെ പാദങ്ങളിൽ നാം സാഷ്ടാംഗം നമസ്കരിക്കുന്നു. വന്ദേ മാതരം.